ഞാൻ അണ്ടി ആഫീസിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയത്. അതുകൊണ്ട് നമുക്ക് ആരെയും ഒരു സാധനം നമുക്ക് വേണ്ട, നമുക്ക് അന്യൻ്റെ പോലെ വേണ്ട എന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഇല്ലായ്മക്കാരായ അവർക്ക് നമ്മളില്ലായ്മയിൽ നിന്ന് വന്നതാണ്. അതിനെക്കൊണ്ട് നമുക്ക് അത് അവർക്ക് കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ 3-4 അടുക്ക് അവിടുത്തെ 100 ദിർഹം ഞാൻ ഇരുന്നതാണ്. ആ പൈസ ഞാൻ എടുത്ത് തിരിച്ച് അവരെ തന്നെ ഏൽപ്പിച്ച്. ഓക്കെ, എന്തായിരുന്നു കേട്ടോ സംഭവം? അത് ഞാൻ എൻ്റെ ഷോപ്പ് നിൽക്കുന്നത് മാമൂട് മുകളുവിള തോട്ടുംകര SM ആക്രിക്കടയാണ്. ഓക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ ഓണറാണ്. അപ്പം ഇരുമ്പിൻ്റെ ലോഡുണ്ടായിരുന്നു. ലോഡ് സമയത്ത് ഈ അലമാരയെല്ലാം പൊളിച്ചെങ്കിൽ ഇത് കയറ്റിപ്പോകാൻ നോക്കും. അങ്ങനെ 3ാമത്തെ അലമാര എടുത്ത് പൊളിക്കും. സാധാരണ ഇതിൽ സ്റ്റാഫുകളാണ് പൊളിക്കുന്നത്. സ്റ്റാഫ് വന്ന് കുറവ് കാരണം നമ്മളാ പൊളിച്ച് ഇതിനകത്ത് കയറ്റി വിടാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ഈ അലമാര ഇങ്ങോട്ടെടുത്ത് 3ാമത്തെ അലമാര എടുത്ത് പൊളിച്ചപ്പം പുറമെല്ലാം പൊളിച്ച് അകം അടിച്ചപ്പോഴത്തേന് ഒരു താലി തെറിച്ച് പോയി. താലി തെറിച്ച് പോയപ്പം നോക്കിയപ്പോൾ അതിനകത്ത് അഡ്രസ്സുണ്ട്. ഈ അഡ്രസ്സ് കണ്ടപ്പോഴത്തേന് കറക്റ്റ് നമ്മൾ വിശ്വസിച്ച് ഇത് സ്വർണം തന്നെയാണ്. അപ്പോൾ ഇതെടുത്ത് ആ മേശപ്പുറത്തോട്ട് വെച്ച് ബാക്കിയുള്ള അലമാരയെല്ലാം പൊളിച്ച് കഴിഞ്ഞ് അതിന് ശേഷം ഇത് വെരിഫൈ ചെയ്ത് സ്വർണ്ണമാണെന്ന്. അപ്പം തിരിച്ചു നോക്കിയപ്പം 22 ക്യാരറ്റ്, ഫ്രണ്ടിൽ ഓം ബിജു 14/7/2003. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് ഇത് കൊണ്ടുവന്ന ആരാന്നറിയാതെ ഇത്ര അലമാര ഇരിക്കില്ലേ. അതെ അതെ. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാമറയുണ്ട്, CCTV ഉണ്ട്. അതിൽ ചെക്ക് ചെയ്തപ്പോൾ കൊണ്ടുവന്ന ആൾ നമ്മളെ കൊച്ചാപ്പായ. അപ്പം ഞാനും അദ്ദേഹം അടുത്ത് പൊക്കി വെക്കുന്നതും അങ്ങനെ പൊളിച്ച് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, നമ്മളെ കൊച്ചാപ്പ എന്ന നാസർ എന്ന പേര്, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് എവിടെയാണ് നമുക്ക് അന്വേഷിക്കണം. ഇത് പൊളിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി ഈ ഉടമയ്ക്ക് ഇത് കിട്ടിയിരിക്കണം എന്നൊരു വാശി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാശിയിലാണ് ഈ ആളിനെ തേടിയത്. അപ്പോൾ നമ്മളെ നാസർ എന്ന് പറഞ്ഞ ആൾ, ലൈനിൽ പോയ ആൾ, അവിടെ 2 ദിവസം കൊണ്ട് ഞാൻ അന്വേഷണം നടത്തി. കാര്യം അടുത്ത വീട്ടിലൊക്കെ ചോദിച്ചു, ബിജു എന്ന് പേരുള്ള അത് ബിജു എന്നാണെന്ന് ചോദിച്ചു. വെരിഫൈ ചെയ്യാൻ കൊടുത്താൽ ആ അങ്ങനെ നോക്കിയപ്പോൾ അത് യഥാർത്ഥ ഉടമയ്ക്ക് കിട്ടണം. അങ്ങനെ നോക്കിയപ്പം അത് തന്നെ വീട്. അങ്ങനെ ഒരു ദിവസം രാവിലെ എനിക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഇത് എനിക്ക് സാധനം ഇതെനിക്ക് നിങ്ങളെല്ലാം പോയോ, അത് പണ്ട് എനിക്കൊരു താലി പോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇത് കിട്ടിയപ്പം തന്നെ സ്വർണ്ണക്കടയിൽ പോയി. ഇത് നമ്മളെ മാമയാണ് സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി തൂക്കിച്ചത്. തൂക്കിയപ്പോൾ അത് 4 ഗ്രാമുണ്ട്. 4 ഗ്രാമിന് 10 മില്ലിയുടെ കുറവുള്ളൂ, 4 ഗ്രാം ഉണ്ട്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് തിരിച്ചവരെ ഇന്നലെ മെനഞ്ഞാന്ന് കൊണ്ടുവന്ന് ഏൽപ്പിച്ച്. 19,000 രൂപ മുതലുണ്ട്. 50,000 രൂപ മുതലുണ്ട്. നമുക്ക് അന്യന്റെ മുതൽ നമുക്ക് വേണ്ട. അന്യന്റെ മുതലും വേണ്ട. നമ്മളും സാധാരണക്കാരനായിരുന്നു, ഇപ്പോഴും സാധാരണക്കാരൻ തന്നെ. എങ്കിലും നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം നമുക്കറിയാം. ഗൾഫിലൊക്കെ ആയിരുന്നു. ഗൾഫിൽ നിന്ന് അവിടെ കുറഞ്ഞ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്ത് മടുത്ത് വന്നതാണ്. പിന്നെ ഒരു പെട്ടിയാട്ടം എടുത്ത് ഞാൻ എൻ്റെ സാധാരണ ഇതിനൊക്കെ ലൈനിൽ പോയി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മളെ സഹായിക്കാനെന്ന് പറഞ്ഞാൽ നമ്മളൊരു അന്യാളെന്ന് പറയാനും ഒക്കത്തില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു ജ്യേഷ്ഠ സഹോദരൻ മനോജ് എന്ന് പറയുന്ന ഒരു ചെറിയ ചിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വളരെയധികം സഹായിച്ച്. മനോജ് എന്ന് പറയുന്നത് ആ അണ്ണനാണ് എന്നെ ഇപ്പോഴും ഇവിടം വരെ നിലനിർത്തിയത്. അപ്പം ആ അണ്ണൻ എന്നെ സഹായിക്കുകയും ഇതെല്ലാം എപ്പം ചോദിച്ചാലും പൈസ തരികയും സാധനം എടുക്കാൻ പൈസയൊക്കെ തരുന്ന ആ അണ്ണനാണ്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തി. നമുക്ക് കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു അതിന്റെ വില വേറെ ഒന്നല്ലേ. ആണ് കൊണ്ട് തൂക്കി നമ്മളെ കൊണ്ടുവന്ന് സ്വർണ്ണം അറിയിപ്പിച്ചത് നമ്മളാ. അതല്ലേ. അന്നേരം അത് വളരെ സന്തോഷമായി. പിന്നെ ഈ പറയുന്ന കണക്ക് പണ്ട് ഗൾഫിൽ നിന്ന സമയത്തും എനിക്ക് അവിടുത്തെ ഇവിടെ അന്ന് നല്ലൊരു പൈസ എനിക്ക് സമ്പാദിക്കാൻ എനിക്ക് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ആയിരുന്നു. ഞാൻ ആ സമയത്ത് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അവിടെ അറബികളൊക്കെ വന്നിരിക്കുന്ന ഒരു ഇടമായിരുന്നു, കാവയൊക്കെ കുടിക്കുന്നത്. അവിടെ ഞാൻ നിന്ന സമയത്ത് ഈ 3-4 അടുക്ക് അവിടുത്തെ 100 ദിർഹം ഞാൻ ഇരുന്നതാണ്. ആ പൈസ ഞാൻ എടുത്ത് തിരിച്ച് അവരെ തന്നെ ഏൽപ്പിച്ച്. അത് അന്ന് മുതലേ നമ്മുടെ ശീലം അത് തന്നെ.
എന്നും അതിനൊരു മാറ്റവും മാറ്റമില്ല. അറിയാതെ അവർ പോലും അറിയത്തില്ലായിരുന്നു. അവർ കൊണ്ടുവച്ച് അവർക്ക് ഓർമ്മയൊന്നും കാണാത്ത ആൾക്കാരാണ് ഈ മിക്കവാറും. ചെപ്ര സ്വദേശികളായ ബിജുവിൻ്റെ ഭാര്യ ഷൈനി. എന്തായാലും അവരൊക്കെ തീർത്തും പാവപ്പെട്ടവരായിരുന്നില്ലേ? അവർ തീരും നമ്മൾ ചെല്ലുമ്പോൾ അറിയാം, ചെന്ന് കയറുമ്പോൾ അകത്തോട്ട് ഇരിക്കാൻ പോലും ഒരു ഇടാവില്ല. അപ്പൊ അവർ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയിരുന്ന സാധനമാണ് ചേട്ടൻ തിരിച്ചു കൊടുത്തത്. ഒരിക്കലും അവർ പോലും മറന്നുപോയി. അത് ഈ മുമ്പേ അറിയിപ്പിക്കാഞ്ഞതാണ്. മുമ്പേ അറിയിപ്പിച്ചാൽ അത് വേറെ ഇതൊക്കെ ആവണ്ടെന്ന് സർപ്രൈസ് ആയിട്ട് അവിടെ എത്തണമെന്നുള്ളൊരു ഇതായിരുന്നു നമ്മൾ ആഗ്രഹിച്ചു. അത് ആഗ്രഹത്തിനപ്പുറം അവർ ആ ഞെട്ടലുണ്ടായത്. അതെ. ദൈവത്തിനോട് അടുത്തുള്ളൊരു അദ്ദേഹമാണ് ഇത്. അദ്ദേഹം പറഞ്ഞ പൂജ്യത്തിൽ നിന്ന് ഇവിടം വരെ എത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും ദൈവത്തിൻ്റെ കഴിവാണ് ഏറ്റവും എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു കഴിവില്ലെങ്കിൽ വരാനൊക്കത്തില്ല. സത്യസന്ധമായിട്ടും മനോസാക്ഷി അനുസരിച്ചുമാണ് അദ്ദേഹം അത് ചെയ്തത്. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിപ്പെട്ടു, അത് കൊടുക്കണം. അദ്ദേഹത്തിന് ആത്മീയമായിട്ട് ഇങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട്. അതെ, ആത്മീയമായിട്ട് അദ്ദേഹത്തിന് മനസ്സിൽ വന്നു. ദൈവം പറയിപ്പിക്കുക. ഉമ്മ എന്താ പറയാനുള്ള ഇത് തന്നെ. താലി മോന് കിട്ടി, അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച്. നമുക്ക് ആരുടെയും മക വേണ്ട. ഞാൻ അണ്ടി ഓഫീസിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയത്. അതുകൊണ്ട് നമുക്ക് ആരെയും ഒരു സാധനം നമുക്ക് വേണ്ട. അതിനെ കൊണ്ട് കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞത് തിരിച്ചു കൊടുക്കണം. ഇത് പുള്ളിയുടെ തന്നെ കിട്ടിയല്ലോ. മറ്റു ജോലിക്കാരെങ്കിലും ഒക്കെ കൊടുക്കത്തില്ല. അപ്പൊ ദൈവം ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷം. പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യും. മോനോട് എന്താ പറയാനുള്ളത്? അങ്ങോട്ട് പറഞ്ഞോ. ഇതും പറയാനില്ല, ഇത് തന്നെ പറയാനുള്ളത്. തിരിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് മെനഞ്ഞാന്ന് കൊടുത്ത് അവർ സങ്കടപ്പെട്ട് സന്തോഷത്തോടെ കരഞ്ഞ് വാങ്ങിക്കുക. ഇത്ര